ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അത് കുടുംബ ബന്ധമാണ്. ഹൃദയം കൊരുത്ത് നാം ഈ മണ്ണിൽ പണിതുയർത്തുന്ന ഓരോ കുടുംബവും സന്തോഷത്തിൻ്റെ കൊട്ടാരമാകണം, ഭൂമിയിലെ സ്വർഗമാകണം. എന്നാൽ സ്വത്തിൻ്റെ പേരിൽ ബന്ധങ്ങളെ മറക്കുന്ന സഹോദരങ്ങൾ, സ്വാർത്ഥതയിൽ മുങ്ങിയ ഹൃദയങ്ങൾ, കണ്ണുനീരിൽ കഴിയുന്ന മാതാപിതാക്കൾ, ജീവിതത്തിൻ്റെ ചായക്കൂട്ടുകളിലേക്ക് സ്വാർത്ഥതയുടെ കറുത്ത നിറം ചേരുമ്പോൾ അമ്മ ഭക്ഷണത്തോടൊപ്പം സ്നേഹം മാത്രം വിളമ്പിയ ആ കരങ്ങളെന്ന് കണ്ണുനീർ മാത്രം തുടയ്ക്കുന്നു. അപ്പൻ കുടുംബമെന്ന കൊച്ചു സ്വർഗത്തിനായി തൻ്റെ സർവവും നൽകിയ ആ കരുത്തനിന്ന് ഏകാന്തതയുടെ ഇരുട്ടിൽ ദുഃഖഭാരം പേറി വലയുന്നു. ബന്ധങ്ങൾ വേർപ്പെടുമ്പോൾ മുറിഞ്ഞു പോകുന്നത് നമ്മുടെ വീടല്ല, അമ്മയുടെ ഹൃദയവും അപ്പൻ്റെ സ്വപ്നങ്ങളുമാണ്. എന്നാൽ ദൈവം ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം പുതുതായി വിരിയുന്നു. വഴിതെറ്റി നടന്നിരുന്ന ജീവിതങ്ങൾ ഒരിക്കലും കരുതാത്ത വിധം പുതിയ ജീവിതങ്ങളായി മാറുന്നു. ഔസേപ്പ് ചരിതം ഈ കൊച്ചു നാടകം നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുടെ ഒരു തിരിവെട്ടം തെളിയിക്കട്ടെ. കണ്ണുകൾ അല്പമൊന്നു നനഞ്ഞാലും ഇന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ കുടുംബമെന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തെ കാണാൻ കഴിയുന്നവരായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഔസേപ്പ് ചരിതം. തേങ്ങ വില കുതിക്കുന്നു. വെളിച്ചെണ്ണ കിലോയ്ക്ക് 520 രൂപ. എൻ്റെ മാതാവേ, ഈ തേങ്ങ ഇങ്ങനെ തുടങ്ങിയ എന്നാ ചെയ്യും? വയസ്സുകാലത്ത് ഒച്ചിരി ചമ്മന്തി കൂട്ടാൻ പോലും. എന്റെ പൊന്നു കർത്താവേ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. എന്നതാടി മറിയേ, എന്നെ കേൾക്കാൻ വയ്യെന്നാ നീ പറയുന്നേ? തേങ്ങയ്ക്ക് വില കൂടിയതോ? അതൊന്നുമല്ല എന്റെ മനുഷ്യനെ. ദേ മറിയേ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മനുഷ്യാന്ന് വിളിക്കണ്ടെന്ന്. ഓ, നിങ്ങൾ എന്നാ മനുഷ്യനല്ലയോ? കണ്ടിട്ട് മനുഷ്യക്കോലമൊക്കെ ഉണ്ടല്ലോ. എടി മരക്കുറ്റി, രാവിലെ എനിക്കിട്ട് കിളയ്ക്കാതെ പോയി പണി വല്ലതും നോക്കടി. ആട്ടെ, നീ എന്നേത്തിനാ ഈ കുറ്റി പറിച്ചോടിയ കന്നു കണക്കിന് ഇങ്ങോട്ട് ഓടി വന്നേ? എന്നതാ കാര്യം? ഓ ദൈവമേ, ഞാനതങ്ങ് മറന്നു. ദേ മനുഷ്യനെ. ഓ മറിയേ. ഇല്ലേ ചായ, നമ്മുടെ തെക്കേലെ ശങ്കരൻകുട്ടി ചേട്ടനില്ലായിരുന്നോ? മക്കളെല്ലാരും കൂടി വൃദ്ധസദനത്തിലാക്കിയ ആ ശങ്കരൻകുട്ടി ചേട്ടന് എന്നാ പറ്റി? ഇന്ന് വെളുപ്പിന് അങ്ങേരങ്ങ് പോയിന്നേ. എങ്ങോട്ട് പോയിന്ന്? മക്കളുടെ അടുത്തേക്കോ? മക്കളുടെ അടുത്തേക്കല്ല, മുകളിലേക്ക്, അങ്ങ് സ്വർഗത്തിലോട്ട്. ഓ, കഷ്ടായല്ലോ. ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാതെ ബോഡി അവിടെ ഏതോ ഇലക്ട്രിസിറ്റി ശ്മശാനത്തിൽ വച്ചെങ്ങോ ആണ് ചടങ്ങ്. ഇലക്ട്രിസിറ്റി ശ്മശാനം അല്ലടി മറിയ കൊച്ചേ, ഇലക്ട്രിക് ശ്മശാനം. ഓ, എവിടെ ആയാലെന്താ? മക്കളെ ഒരു നോക്ക് കാണാൻ യോഗമില്ലാണ്ട് മരിച്ചെന്നോർക്കുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടണ മനുഷ്യന്. അല്ല എന്റെ ഇച്ഛായ, മക്കളൊക്കെ വലിയ നിലയിലായ ഇപ്പോൾ കാർന്നോന്മാരുടെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാ. വയസ്സുകാലത്ത് മക്കളെയും കൊച്ചുമക്കളെയും ഒന്ന് കാണണേൽ നോമ്പ് നോക്കേണ്ടി വരും. ഇച്ഛായൻ ഇതെന്തു വർത്തമാനായി പറയുന്നേ? ശങ്കരൻകുട്ടി ചേട്ടന്റെ മക്കളെ പോലാണോ നമ്മുടെ മക്കള്? എന്ത് വ്യത്യാസമാണെന്നാടി ഇനി ഈ പറയുന്നേ? മൂത്തവൻ മാത്യൂസ് ദാ ഇവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ പോലും ഇല്ല അവന്റെ വീട്ടിലേക്ക്. അവനാണ് എന്നും ഈ വീടിന്റെ മുന്നിലൂടെ ആ പോക്ക്. എന്നിട്ട് എത്ര നാളായിടി അവൻ ഇങ്ങോട്ട് വന്നിട്ട്? അത് പിന്നെ അവന് ബിസിനസിന്റെ ഒക്കെ തിരക്കല്ലേ. ദേ മറിയേ, വർത്തമാനം പറയല്ലേ. അല്ലേലും നിനക്കെപ്പോഴും മക്കളെ ന്യായീകരിക്കലാണല്ലോ. ഞാൻ എന്ത് ന്യായീകരിച്ചു എന്നാ?
അവൻ ഇവിടെ വന്ന് അപ്പനെ പൊത്തി പിടിച്ചുകൊണ്ടിരുന്നാ മതിയോ? അവനൊരു PDP കണ്ടക്ടർ അല്ലയോ? എന്റെ മറിയേ, കർത്താവിനെ ഓർത്ത് ഈ ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. മനുഷ്യൻ ചങ്ക് പൊട്ടി പറയുമ്പോഴാ അവളുടെ ഒരു PWD കോൺട്രാക്ടർ. അതാ നിന്റെ മോൻ. ലോകത്തിലെ ഏക കോൺട്രാക്ടർ ഒന്നുമല്ല വീട്ടിൽ വന്ന് അപ്പനെയും അമ്മേനെയും പോലും കാണാതിരിക്കാൻ. പിന്നെ ജോണിക്കുട്ടി, അവരൊരു നഴ്സിനെയും കെട്ടിപ്പോയിട്ട് കൊല്ലം 5-6 നാട് കണ്ടിട്ട്. പിന്നെ സഹാലി ചത്തു കിടക്കുമ്പോൾ അടുത്തിരുന്ന് നെഞ്ചത്തടിച്ച് കരയാൻ ഒരു മോളുണ്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ചതാ. അവൾക്ക് കിട്ടിയ സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇനി ഇളയത് ഒരെണ്ണം, അത് ഓർക്കാതിരിക്കുന്നതാ നല്ലത്. പിള്ളേർക്ക് കുടുംബമായ അവർക്ക് അവരുടെ ജീവിതം വേണ്ടായോ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. പണ്ട് അപ്പച്ചനും അമ്മച്ചിയും ഈ ചായനെയും മക്കളെയും ഒക്കെ കാണണമെന്ന് പറയുമ്പോ പണിത്തിരക്ക് പറഞ്ഞ് എത്രയോ വട്ടം നിങ്ങൾ പോക്ക് താമസിപ്പിച്ചേക്കുന്നു. ഈ ചായോ, നമ്മൾ നമ്മുടെ കാരണവന്മാർക്ക് കൊടുക്കുന്നത് എന്തോ അതാണ് നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത്. അയ്യോടി മറിയേ, മനസ്സിനൊക്കെ ഒരു സിനിമ ഞാനും കണ്ടിട്ടുണ്ട്. നീ വലിയ കൊച്ചു ദേശീയ കൊച്ചൊന്നും കളിക്കല്ലേ. എന്റെ അപ്പനും അമ്മേനെയും വയസ്സുകാലത്ത് നല്ല അന്തസ്സായിട്ട് തന്നെയാണ് നോക്കിയത്. മക്കളുടെ കാര്യം പറഞ്ഞ അപ്പ തുടങ്ങും അവളുടെ ഗുണമതിയാരം. ഇച്ചായോ മറിയേ, എന്റെ ഇച്ചായോ പിണങ്ങല്ലേ. ഇച്ചായോ, ഇച്ചായന് ഓർമ്മയുണ്ടോ പണ്ട് 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 നമ്മൾ ആദ്യം കണ്ട ദിവസം പള്ളിപ്പെരുന്നാളിന് ഇടവക പെണ്ണുങ്ങളെല്ലാം കൂടി മാർഗം കളി കളിക്കുമ്പോ ആ പുരുഷാരത്തിന്റെ ഇടയിൽ വച്ച് 2 കണ്ണുകൾ. നീ ഒരു മാലാകയായിരുന്നു അന്ന്. കയ്യുമെയ്യും എന്നേക്കും വാഴവേ. Indie,
മനസ്സാതരാലെ അറിഞ്ഞുടൻ ചടുതിയാവനോട് അരുചീരീതാവണ്ണാശ്വരിയെന്ന് ഇന്ത്യയിത്ത അവന് മറുപടി കേട്ടിട്ടാവാൻ അതു തെളിവരജനിലാകൽ കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പന വാചാൻ ഇന്ത്യയിത്ത അഗ്നമിതരുളിയതോർത്തു കേട്ടു അകതരിവരുടെ കോലം കണ്ടു വാക്കുവശത്താലുള്ളുനടുങ്ങി ഇന്ത്യയിത്ത പണിയതവനിൽ വീണു തോന്നു കരുവതിൻ ദിനകൾ കേണു നിന്നു വലുതായി തൊഴുന്ന താഴ്ത്ത തോണ്ടതോ തിരു താഴ്ത്തതിരിതോ തോണ്ടതോ തിരു താഴ്ത്തതിരിതോ മനഗുണമുടയവനരുണാൻ വാനവർ മഹിമയുടെത്തിയ കടഞ്ഞുടനെ നൃത്തത്തെ മൃഗല നിറകിടും അതിനൊരു തേരുടെ മംഗളമായവർ പുകീച്ച് നൃത്തത്തെ കൈക്കൊണ്ടവനൊരു ഞൊടികളവാങ്ങാൻ ചെന്നറിയിച്ചവൻ ചെഞ്ചമലയ്ക്ക് നൃത്തത്തെ കർണയൊടിതു വഴി തൊഴുവതിനഴകായി അങ്ങുവിങ്ങും മല ഇത് പാടത്ത് നമ്മുടെ കലകൾക്ക് നിറകളുടെ ഉയരിപ്പിടം ഉയർച്ച് മക്കളും മരുന്നിന് വെള്ളം ഒഴിച്ച് നടപ്പവരും തിരുമൊഴി തേടിച്ചവരാമേ എടാ ചെറിയേ, നീയും നിന്റെ കൂട്ടുകാരും അവിടെ എന്നാ എടുക്കുവാ? അപ്പം വരണേന് മുമ്പേ എല്ലാരെയും പറഞ്ഞു വിട്ടോ, അതാ നിനക്ക് നല്ലത്. కదు కంటి చూపుతోనే చంపాలా ఉలలా ఉలలా నవల గోపాల కుసుల ఆట కొస్తా ప్లేసు టైము నువ్వే చెప్పాలా బస్తావో నటింటికే బస్తావో అడుగెడితే హిస్టరీ రిపీట్స్ దబిడి నీచేగే ఎత్తు బాల దబిడి నా చెంప మోగిపోయేలా దబిడి నువ్వు తంచు బాల நிருமா வைத்திஸ் குருமா வெள்ள நடமா நட முனிமா
கொஞ்சம் பனிமா ரூட்டு தனிமா ஐயோ என்றமா வாயாடி மீன்பாடி பாடி பாப்போம் விளையாடு தாய் கிளவி 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 மலையூரு நட்டாம மனச காட்டு கூட்டாம ஒன்ன போல யாரும் இல்ல மாமா தஞ்சாவூரு ராசாக்க தாராளமா தந்தாக்க மனசுக்குள்ள எவரும் இல்ல ராமா நம் மின்னல் பிடிக்கத்தானே ஒரு மலையை கொண்டு போறேன் அதை மீன் பிடிக்கிற மான் பிடிக்கிற மனசு எல்லாம் போறே நான் வேட்டையாடத்தானே ஒரு வேலை கொண்டு போறேன் அதை பூ பறிக்கிற தேன் அடிக்கிற பொழுது எல்லாம் போறே தொட்டதெல்லாம் தோல் பறக்கத மம்பட்டியா அட மம்பட்டியா எட்டத்துக்கு மோடி பறக்கத மம்பட்டியா அட மம்பட்டியா எட்டோட கால கலக்கத மம்பட்டியா அட மம்பட்டியா பத்தோட பாட பறக்கத மம்பட்டியா அட மம்பட்டியா மம்பட்டியா அட மம்பட்டியா ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಕೊಂಬೆ ಸಖತ್ತಾಗವಳೆ ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕಣ್ಣಲ್ಲೇ ಕಣ್ಣು ಇಟ್ಟು ಕದ್ದು ನೋಡ್ತಾಳೆ ಕೊಟ್ಟರೆ ನನ್ನ ಮನಸ್ಸು ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಆಟಾಡಿತು ಏನು ಮನಸ್ಸು ಜಾರಿತು ಹೊಗೆ ಶುರುವಾಯಿತು ನನಗೆ ಲಬ್ಬು 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 ಸಖತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಕೊಂಬೆ ಸಖತ್ತಾಗವಳೆ ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മധുരാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഈ പെൺപിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കുന്ന മൊരട്ട് സിംഗിൾ ആ ശിങ്കാരി മേളത്തിത്തുള്ളു ആ ചങ്കതള്ളി പോലെ കണ്ണ് നടരാജന് നേതിച്ച പുല്ലിത് തഞ്ചാവൂര് മാണിക്കക്കല്ല് നാശം, ഈ ഫാൻ ഇട്ടില്ലേ? ഈ അപ്പൻ ബ്രോയോട് ഈ വീടൊന്ന് AC ആക്കാൻ പറഞ്ഞു. കണ്ട്രി അപ്പൻ ചുമ്മാ സീനുണ്ടാക്കത്തേ ഉള്ളൂ. മമ്മി, മൈ ഡിയർ മരിയേ. എന്നതാടാ കിടന്ന് വിളിച്ചു കൂവുന്നേ? എടി മറിയ കൊച്ചേ, ഈ ജെറിമോനെ ആ ഫാൻ ഒന്ന് ഇട്ട് തന്നേ. എടാ, നിനക്കൊന്ന് എണീറ്റിട്ടുകൂടെ? ഈ തള്ളയെ അതിനും കഷ്ടപ്പെടുത്തണോ? അത് പിന്നെ മമ്മി, ഈ കാലം എത്രയും മമ്മി എന്നെ പൊന്നുപോലെ നോക്കിയേച്ചും ഒരു ഫാനിന്റെ സ്വിച്ച് ഇടാൻ പോലും മമ്മിയെ വിളിച്ചില്ലെന്ന് ഓർത്ത് മമ്മിയുടെ ഈ പിഞ്ചു ഹൃദയം വേദനിച്ചാലോന്ന് ഓർത്താ മൈ ചക്കര മറിയേ. എടാ ചെറുക്ക, എന്റെ വായിന്ന് വല്ലതും കേക്കരുത്. പിന്നെ എന്നെ നീ മമ്മി കുമ്മി എന്നൊന്നും വിളിക്കണ്ട. എന്റെ മോന് സൗകര്യമുണ്ടേ അമ്മച്ചീന്ന് വിളിച്ചാ മതി. എടാ, വയസ്സ് 10-25 ആയില്ലോ. നിനക്കൊക്കെ വല്ല പണിക്കും പോകാൻ പാടില്ലേ? ഓ, എന്നാ പറയാനാ, എനിക്ക് ആരുടെയും കീഴിൽ പണിയെടുക്കുന്നത് ഇഷ്ടമല്ല, കോംപ്ലക്സ് അടിക്കും. ഇനി ആരുടെയും മോളിൽ പണിയെടുക്കുന്നു വെച്ചാ അത് അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുല്യമല്ലയോ?
ഈശോയെ നിന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നും ആ തിരുമുമ്പിൽ വന്ന് നിന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതല്ലേ ഈ ചെറുക്കന് ഇത്തിരി വകതിരിവ് കൊടുക്കണേന്ന്. കെട്ടിയോനും കണക്കാ, മക്കളും കണക്കാ. എന്നതാടി മറിയേ കെട്ടിയോന് കുഴപ്പം? ഓ, ഒരു കുഴപ്പവുമില്ല. മക്കള് ചെല്ലുവിളി ഇല്ലാണ്ടായി പോയേന് അപ്പന്റെ നെഞ്ചത്തോട്ടാണോ കയറുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലേ. എടാ ജെറി, നിന്നോട് ആ കുരിയച്ചന്റെ ഫിനാൻസ് കമ്പനി വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് നീ പോയോടാ? ഇല്ല, പോയില്ല. അതെന്താ? അതൊന്നും എനിക്ക് ശരിയാവില്ല അപ്പച്ച. അതെന്താന്നാ ചോദിച്ചേ? അവിടെയൊക്കെ പോയിരുന്നാലേ ലൈഫ് ഡാർക്കായി പോകത്തുള്ളൂ അപ്പച്ച. ആണോ കുഞ്ഞെ? പിന്നെ എന്നതാ പൊന്നുമോന്റെ ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് UK കാനഡയിലോ. അപ്പന്റെ കയ്യിലെ കാശ് കണ്ടിട്ടാണ് UK അല്ല, നല്ല ഊക്കാണ് കിട്ടാൻ പോകണത്. അപ്പച്ചൻ ഇങ്ങനെ സീനാക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കളെ പഠിപ്പിക്കേണ്ടത് കാരണവന്മാരുടെ കടമയാ. ഓക്കെ, സമ്മതിച്ചു. അപ്പോ കാർന്നവന്മാരോട് മക്കൾക്ക് കടമയൊന്നും ഇല്ലേടാ മോനെ? ഓ, എന്നതേലും പറഞ്ഞാ ഇപ്പോ ഇതങ്ങ് പറഞ്ഞേച്ചാ മതിയല്ലോ. വെറുതെ അല്ല ചേട്ടായും ചേച്ചിയും തിരിഞ്ഞു നോക്കാത്ത. ഞാനും പോകും. എനിക്ക് എൻ്റെ ഷെയർ ഇങ്ങ് തന്നേരെ. ഈ നരകത്തിൽ നിന്ന് ഞാൻ പൊക്കോളാം. ഷെയറോ? എന്തിനുള്ള ഷെയറാണടാ ഞാൻ തരേണ്ടേ? നിനക്ക് കുപ്പി മേടിക്കാനുള്ളതോ? നിന്റെ തോന്നിയ പോലുള്ള ജീവിതം ഞാൻ അറിയുന്നില്ലെന്നാണോ? അപ്പച്ചൻ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓ, നിനക്ക് ഷെയർ ചോദിക്കാം, എനിക്ക് കാര്യം അന്വേഷിക്കാൻ പാടില്ല. എന്നതാ ഇവിടെ അപ്പനും മോനും കൂടി? മറിയേ, ഇവന് ഷെയർ വേണം പോലും. കർത്താവേ, എന്നാ കന്നത്തരമായി ഈ ചെറുക്കൻ പറയുന്നേ. കേറി പോടാകത്ത്. ഇച്ചായം വിഷമിക്കല്ലേ, അവൻ ഏതാണ്ട് ബോധമില്ലാതെ പറഞ്ഞതല്ലയോ. എന്റെ മറിയേ, ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റാടി ചെയ്തേ? നാലെണ്ണത്തിൽ ഒന്നുപോലും. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണവന്മാര് പറയണത് നേരാ അല്ലേടി? ഇച്ചായം വിഷമിക്കല്ലേ. മറിയേ, ഞാൻ ഇത്തിരി നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ഇച്ചായ, മറിയേ, നീ ചെല്ലേ. കർത്താവേ, എന്നും അങ്ങയുടെ തിരികിതമനുസരിച്ച് മാത്രം ജീവിച്ചവരാ ഈ ഔസേപ്പ്. നിന്നിലാണ് എൻ്റെ ആശ്രയം. നീ തന്നതാണ് എനിക്കുള്ളതെല്ലാം. ഈ സങ്കടത്തിലും എൻ്റെ ഈശോയെ, നിന്റെ കാൽക്കലാണ് എൻ്റെ ശരണം. എൻ്റെ കുടുംബത്തെ കാക്കണേ.
ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈ സ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. You are my waking dream. You're all that's real to me. You are the magic in the world I see. You are the prayer I sing. You brought me to my knees. You are the faith that made me believe. Dreams on fire, higher and higher. Passions burning right on the path. One spark, forever yours. Give me all your heart. Dreams on fire, higher and high. You are my ocean waves. You are my thought each day. You are the laughter from childhood games. You are the spark of dawn. You are where I belong. You are the ink I feel in every song. Dreams on fire, higher and higher. Passions burning right on the path. ഔസേപ്പച്ച, അപ്പച്ച, ഏ ആരാ നീ? ഏതാടി കൊച്ചേ? വടക്കേലെ സണ്ണീരെ മോളല്ലയോ? അതേ അപ്പച്ച. അപ്പച്ചന്റെ സങ്കടമൊക്കെ മാറ്റി തരൂട്ടോ. ആര് ആര് മാറ്റി തരൂന്നാ കുഞ്ഞേ നീ പറയുന്നേ? ഈശോപ്പച്ചൻ. അതേ, ഞാനേ ഈശോപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതേ അപ്പച്ച, ഞാൻ പോട്ടെട്ടോ. എൻ്റെ കൂട്ടുകാരൊക്കെ പോയി. ഓ, എന്നാലും നീ അകത്തോട്ട് ചെല്ല്. എന്നിട്ടേ മറിയ അമ്മച്ചിയോട് എന്തേലും കഴിക്കാൻ തരാൻ പറ. ഈ പ്രായത്തിൽ കുട്ടികൾ നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ. ചെല്ല് ചെല്ല്. എന്തായാലും ആ കുഞ്ഞിനോട് ഇത്തിരി നേരം സംസാരിച്ചപ്പോൾ മനസ്സിനൊരു സമാധാനം തോന്നുന്നു. കർത്താവേ, ഈ സങ്കടമൊന്ന് തീർക്കാൻ നീ ആയിട്ടൊരു വഴി കാണിച്ചു തരണേ. ഇച്ചായോ, ഇവിടെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നേച്ചാ മതിയോ? മറിയേ, ഒന്നിനും ഒരു മനസ്സ് വരുന്നില്ലടി. എന്റെ ചായ, എണീക്ക്. എന്നിട്ട് ആ പടിഞ്ഞാറ്റയിലെ തോമാസിന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ല്. അവിടുത്തെ അന്നമോളുടെ ബർത്ത്ഡേ അല്ലേ ഒന്ന്. അപ്പൊ നീ വരുന്നില്ലേ? മറിയേ, നീ ഇല്ലേ? ഞാനും പോണില്ല. എന്താ ചായ ഇത്? നമുക്ക് എന്തേലും ഒരു ഏനക്കേടുണ്ടായ കേറി വരാൻ അയലത്തുകാരെ ഉണ്ടാവത്തുള്ളൂ. ഒന്ന് പോയി തല കാണിച്ചു വാ.
എന്നാ നീ കൂടി വാ. ഓ, ഈ മനുഷ്യ അല്ല ഇച്ചായന്റെ ഒരു കാര്യം. എന്നാ വാ, ഇനി ഞാൻ വരാഞ്ഞിട്ട് വേണ്ട. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷം പിറന്ന നാൾവാട്ട്. സ്നേഹം വന്നാൽ മധുരത്തേന് തീരായി പൂവും വന്ദിച്ചാറ്. കോപം കൊണ്ടാൽ വേറാരും വേണ്ടിയില്ലെന്നാറ്. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. എരിയട്ടെ തിരികൾ, ഉരുകട്ടെ മെഴുക്, വളരട്ടെ വയസ്സ് എണ്ണി തളര്. മുടിതട്ടാ മുഖമേ ഇരുകണ്ണിൻ അഴകേ, പുരുഷത്വത്തികവേ പലകാലം നീ വാഴ്. കടലും കരയും ഇന്നിളക്കമല്ലേ, സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ, ഇത് നിൻ സുദിനമല്ലേ. ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. 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 Gala 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 galata 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 gala 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 galata 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 galata. Welcome to Marnakinar Trophy Sundalembuthi Ring Master whistle അടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസ് ആരംഭം സകലകല അഭ്യാസം സിറയിലുള്ള ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം. ഗല 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 galata 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 gala 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 galata 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 galata. മലങ്കാട് വെച്ചുവാ വിജയനഗര സാമ്രാജ്യ കമ്പഗൗഡ രാജ ഈ രാജനഗരി സന്നദ്ധി കാട്ട് ഫുള്ളാത് ഡനകട ഡബിൾ മോൾഡ് സ്മൂത്ത് ആക്കി കല്ല ഹസോട ട്രൈ ചെയ്താൽ കൊടുമാള്.
സിറയിലല്ല ആനന്ദം നടക്ക പോരാൻ ഭൂകമ്പം കാർണിവല് മെഗാ ഷോ തീത്തുപ്പും ഫയർ ഷോ ഇടിവെടിപ്പുക റോഡ് ഷോ ഹൗസ്ഫുൾ നൈറ്റ് ഷോ ജഗല് ജഗല് ജഗലിംഗ് സ്മഗല് സ്മഗല് സ്മഗലിംഗ് മൊത്ത ജനം കൈയടിച്ചാൽ റിംഗ് മാസ്റ്റർ സ്മൈലിംഗ് ഔസേപ്പിൻ്റെയും മറിയയുടെയും ജെറിയുടെയുമൊക്കെ ജീവിതം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും സങ്കടങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഔസേപ്പിൻ്റെ പ്രാർത്ഥന പോലെ ചിലതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ലെന്ന് ദൈവം അടയാളം കാട്ടിയ ഒരു ദിവസം. ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നതിന് മുൻപ് ദൈവം നമ്മളെ കനൽ വഴികളിലൂടെ നടത്തുമെന്ന് ഔസേപ്പിനും മറിയയ്ക്കും ബോധ്യം വന്നൊരു ദിവസം. ये भी न जाने वो भी न जाने नैनों के रंग नैना जाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ടു ജല ജലമ പോട്ടി മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി കണ്ണു ജല ജലകി പോട്ടി മലയിലെ കാക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേമഴേ കണ്ടം കൂട്ടടി ഊഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്നേ നാടൻ കാത്തു നിറച്ചോടും രാത്രിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താതിരുന്നോ താനകർ 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 താതിരുന്നോ കാക്കാമലയിലെ കാക്കാം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേമരെ കണ്ടം കൂട്ടടി പൂഞ്ചോലേ
नच प्रीमा चमक चलो कैसा शर्माना आजा नच के दिखा दे हाँ मेरी होने आजा पारी दागी रे हाँ मेरी अखियों से अखियां मिला दे हाँ तू ना नखरे दिखा wanna be my चमक चलो 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 ആ ബ്രോ, ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയും മതി. എന്താ പറ്റി നിനക്കൊരു മത്സരത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. ഗായ്സ്, വേറെ സീനൊന്നുമില്ലെന്നേ. അപ്പൻ ബ്രോയായിട്ട് അത്ര ടേംസിലല്ല. ഇപ്പോൾ പുള്ളി എറണാകുളം പോയ ഗ്യാപ്പിലാ ഞാൻ നിങ്ങളെ വിളിച്ചേ. ഇപ്പം എങ്ങാനും വന്ന് കയറിയ സീനാണ്. അപ്പോൾ വിട്ടോ, പറ്റിയ വൈകിട്ട് ക്ലബ്ബിൽ കാണാം. അല്ല, ആരായി വരുന്നേ? ചേട്ടായിയോ? ഈ വഴിയൊക്കെ അറിയോ? ജെറി മോനെ, എന്നൊക്കെ ഉണ്ടടാ വിശേഷം? ഓ, എന്നാ വിശേഷം, ഇങ്ങനെ പോണു. എടാ ജെറിയേ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? പാസ്സാവോ അതോ അപ്പന്റെ കാശ് കളയുള്ളോ? ഓ, ഞാൻ തോറ്റ് തൊപ്പിയിടുമെന്നാ കരുതിയേ. ഇപ്പൊ ചോദിക്കാനും പറയാനും ജെസ്സി ചേച്ചി വന്നുകൊണ്ട് ഇനി പാസ്സാവും. എടാ ജെറി, നീ ചുമ്മാ മൂപ്പിക്കല്ലേ. മാത്തുട്ടി ചായ, അവൻ പറയട്ടേന്നേ. എന്റെ ദൈവേ, ഇതാരൊക്കെയായി വന്നേക്കുന്നേ? അമ്മച്ചി അമ്മച്ചി വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു അല്ലേ മാത്തുട്ടി ചായ? അതെങ്ങനെയാ കൊച്ചേ, നിങ്ങളെയൊക്കെ കാണാതെ ചങ്കൊരുക്കല്ലയോ? അപ്പച്ചൻ എന്തിയാ അമ്മച്ചി? എന്നതാടാ ഈ അമ്മച്ചി ഒന്ന് നോക്ക പോലും ചെയ്യാതെ അപ്പനെ മാത്രം തിരക്കുന്നേ? അമ്മച്ചിയെ കണ്ടില്ലായോ? ഇനി അപ്പനെ അല്ലേ കാണണ്ടേ? അമ്മച്ചി, എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ദേ ചെറുക്ക, മിണ്ടാതിരുന്നോണം. ആറ്റു നോട്ട് ഒരുത്തനിങ്ങ് വന്ന് കേറിയതേ ഉള്ളൂ, അപ്പൊ തന്നെ കൊണിച്ചം പറഞ്ഞു ഓടിക്കണം. അമ്മച്ചിയെ, എന്നാ അമ്മച്ചി ഒന്നുകൂടി ഞെട്ടിക്കോ. അടുത്ത മഹാത്ഭുതം ഇതാ കടന്നു വരുന്നു. അമ്മച്ചി, എന്റെ പൊന്നമ്മച്ചി. മോളെ സാലി, എന്റെ കുഞ്ഞിനെ അമ്മച്ചി കണ്ടിട്ട് എത്ര കാലായിടി. അതെങ്ങനെ അമ്മച്ചി വരുന്നേ? എൻ്റെ കെട്ടിയോൾ സ്ത്രീധന കാശേൽ ഒരു ഇച്ചിരി കൂട്ടി ചോദിച്ചെന്ന് പറഞ്ഞ് ആട്ടിയിറക്കിയതല്ലേ ഞങ്ങളെ. ദേ അമ്മിച്ചി, എന്നിട്ട് ഈ സാലി അപ്പച്ചൻ ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു. വെറുതെ അല്ല വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത്. എന്തൊരു പോക്കനം കേടാ ഈ ചെറുക്കൻ പറയുന്നേ. അതെ അമ്മിച്ചി, വിഷമം പറയുമ്പോൾ കുഞ്ഞളിയൻ കുത്തുവാക്ക് പറഞ്ഞ് നോക്കുക. എടാ ചെറിമോനെ, നിന്നെ ഈ സാലി ചേച്ചി എത്ര ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ടടാ. ദേ, നീ ഒഴിച്ച മൂത്രത്തിന്റെ മണം ഇപ്പോഴും വെളിയിൽ നിന്ന് പോയിട്ടില്ല. ഓ, ഈ അളിയനെ സമ്മതിക്കണം. ഈ മണവും സഹിച്ച് ഞങ്ങളുടെ പെങ്ങളെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അളിയോ ആക്കല്ലേ, ഞാൻ എൻ്റെ കെട്ടിയോളെ, അതായത് നിങ്ങളുടെ പെങ്ങളെ നല്ല അന്തസ്സായി കൊണ്ടു നടക്കുന്നുണ്ട്. അല്ലാതെ പെങ്ങക്ക് കൊടുക്കേണ്ട സ്ത്രീധനക്കാശി ഇന്ന് കൈയിട്ട് നക്കാൻ ഈ ജോർജ് കുട്ടിയെ കിട്ടത്തില്ല. അളിയനാന്നൊന്നും ഞാൻ നോക്കില്ല. മുട്ടുകാല് കെട്ടി തരും. താലി കെട്ടിയ പെണ്ണിനെ അന്തസ്സായി പണിയെടുത്ത് പോറ്റണം, അല്ലാതെ സ്ത്രീധനം വാങ്ങി തിന്നാൻ നിൽക്കരുത്. സ്ത്രീധനമല്ല, സാലിക്ക് അവകാശപ്പെട്ടതേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. മതി, നിർത്ത്. എന്റെ കർത്താവേ, ഒരുപാട് നാള് കൂടി നിങ്ങളൊക്കെ വന്നത് തമ്മിൽ തലകീറി ചാകാനാണോ? അമ്മച്ചി, ദേ ലോകാവസാനം ഇന്ന് ഇവിടെ നടക്കും. ദേ വരണ അമ്മച്ചിയുടെ ജോണി മോനും മരുമോള് ഷേർലിയും. ഈശോയേ, മോനെ ജോണി, നിന്നെ ഒന്ന് കണ്ടേച്ച് കണ്ണടയ്ക്കാൻ പറ്റൂന്ന് അമ്മച്ചി കരുതിയതല്ല. അത് അമ്മച്ചി മനഃപൂർവ്വമല്ല. ഒന്ന് നാട്ടിൽ വന്ന് പോണേന് ലക്ഷങ്ങൾ പൊടി. ഇതിപ്പോ അപ്പനായിട്ട് വിളിച്ചപ്പോ. അപ്പനായിട്ട് വിളിച്ചെന്നോ? അതെ, അപ്പൻ ജോണിക്കൊരു കത്തെഴുതിയിരുന്നു. കത്തോ? എന്നിട്ട് ഇച്ചായൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അമ്മച്ചി, കത്ത് കിട്ടിയ ഉടനെ എത്തണമെന്നും സ്വത്ത് മുഴുവൻ എന്റെ പേർക്ക് തരാൻ അപ്പനൊരു പ്ലാൻ ഉണ്ടെന്ന്. സ്വത്ത് മുഴുവൻ നിനക്കോ? അത് അപ്പനോട് പള്ളിയിൽ ചെന്ന് പറയാൻ പറ. ഏത് പള്ളിയിലാടാ പറയണ്ടേ? നിന്നെയൊക്കെ മാമോദീസ മുക്കിയ പള്ളിയിൽ പറഞ്ഞാൽ മതിയോ? അപ്പാ, എനിക്ക് രണ്ടിലൊന്നും അറിയണം. അപ്പൻ സ്വത്ത് മുഴുവൻ ജോണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കത്തെഴുതി. എങ്കിൽ പിന്നെ എനിക്കെഴുതിയ കത്തിന്റെ അർത്ഥം എന്താ? മൂത്തളിയോ, അളിയന് മാത്രമല്ല സാലിക്കും കിട്ടി കത്തൊരെണ്ണം. അതിലെഴുതിയിരിക്കുന്നത് സ്വത്ത് സാലിക്കാന്നാ. ഇച്ചായോ, എന്നതാ ഇതൊക്കെ? ഈ കത്തിന്റെ അർത്ഥം എന്നതാ? എന്റെ ഈശോയെ, എനിക്ക് വയ്യായേ.
എന്നതാ അപ്പാ ഇതൊക്കെ? എല്ലാവർക്കും ഒരേ കത്ത്? അതേടാ മോനെ, ഈ അപ്പൻ എല്ലാവർക്കും ഒരേ കത്ത് തന്നെ എഴുതിയത്. സംശയം വേണ്ട, ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട മോന്, അപ്പൻ എഴുതുന്ന കത്ത്. മോനെ, നിന്നെയും കുടുംബത്തെയും ഒക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് കാലം കുറേ ആയി. നിങ്ങൾക്ക് ഈ അപ്പനെയും അമ്മയെയും വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ വേണം. ഞങ്ങൾക്ക് വയസ്സായി. ഞങ്ങൾ ഇനി എത്ര കാലത്തേക്കാണ് ഉണ്ടെന്ന് ആർക്കറിയാം. 10-40 കൊല്ലം എല്ലുമുറിയെ പണിത് അപ്പൻ സമ്പാദിച്ചതൊക്കെ നിനക്ക് തരാനാ എൻ്റെ മനസ്സ് പറയുന്നേ. സെപ്റ്റംബർ 21-ന് നീ ഇവിടെ എത്തണം. എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പനെയും അമ്മയെയും മറന്ന പോലെ ഈ സ്വത്തും അങ്ങ് മറന്നേരെ എന്ന് സ്നേഹത്തോടെ അപ്പൻ. എല്ലാവരും കേട്ടല്ല, നിങ്ങളുടെ കത്തിലുള്ളത് ഇതൊക്കെ തന്നെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. എന്നാലും അപ്പ ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. 100 കൂട്ടം പണിയിട്ടേച്ച് ഞാൻ വന്നതേ ഈ വേഷം കെട്ട് കാണാനല്ല. എന്തായാലും കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഇനി എത്രയുമായ സ്ഥിതിക്ക് എന്തായാലും ഞങ്ങളൊക്കെ എത്തി. എന്നാ പിന്നെ സ്വത്തിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം. എടാ, നിനക്കൊക്കെ സ്വത്ത് വേണം അല്ലയോടാ? എടാ മക്കളെ, നിങ്ങൾ എന്ത് ദൈവദോഷമാടാ ഈ പറയുന്നേ? അമ്മച്ചി, നാട്ടുനടപ്പേ ഇവരെ ആവശ്യപ്പെട്ടുള്ളൂ. കാരണവന്മാർക്ക് പ്രായമായ പിന്നെ സ്വത്തൊക്കെ നേരെ ചൊവ്വേ വീതം വെച്ച് കൊടുത്തോണം. അല്ലേ പിന്നീട് എന്തേ ഷേർലി മോള് നിർത്തിക്കളഞ്ഞേ? ഷേർലി പറഞ്ഞത് നേരാ. വാക്കിന് വ്യവസ്ഥയില്ലാത്തരാ. നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്വത്ത് ഭാഗിക്കണം. അത് പറയാൻ നീ ആരടാ? സാലിക്ക് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്തതാ. അങ്ങ് അമേരിക്കയിൽ കിടക്കുന്ന ജോണിക്കും UK പോകാൻ നിൽക്കുന്ന ഈ ജെറിക്കും ഈ പട്ടിക്കാട്ടിൽ സ്വത്തെന്തിനാ? മാത്രല്ല, ഇവര് വല്ലം കിടപ്പിലായ ഞങ്ങൾ തന്നെ നോക്കണ്ടായോ? അപ്പോ എൻ്റെ മൂത്ത മോന്റെ പേരിൽ ഞാൻ എൻ്റെ സ്വത്തൊക്കെ അണാ പൈസ കുറയാതെ എഴുതി വെക്കണം, അല്ലയോ? അത് ഈ സാലി ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഞങ്ങൾക്ക് സ്വത്ത് വേണ്ടാന്ന് ചേട്ടായോട് ആര് പറഞ്ഞു? നിങ്ങളുടെ ആള് കൊള്ളാലോ. ചേട്ടായി എന്ന് വിളിച്ച നാവ് കൊണ്ട്. എന്റെ കർത്താവേ, എന്നാവൊക്കെ കാണണം ഇനി. ഇച്ചായോ, കേട്ടില്ലേ നമ്മുടെ മക്കള്? കേട്ടടി മറിയ കൊച്ചേ, കേട്ടു. ഈ ഔസേപ്പ് മാപ്പിളയെ ആർക്ക് വേണ്ടേലും ഔസേപ്പ് ചോര നീരാക്കി ഉണ്ടാക്കി സ്വത്ത് വേണം. എന്നാ എൻ്റെ മക്കൾ കേട്ടോ, വല്ല അനാഥാലയത്തിനും എഴുതി കൊടുത്താലും നിനക്കൊക്കെ ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. അതെന്നാ വർത്തമാനം അപ്പൻ ഈ പറയുന്നേ? ഈ കത്തെഴുതി വിളിപ്പിച്ചേച്ച് ആളെ കളിയാക്കുന്നോ? ഈ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടേ അതിൽ പറഞ്ഞ പോലെ നടന്നിരിക്കും. കുറെ നടത്തിയത് തന്നെ. അതിന് ഈ ജോർജ് കുട്ടിയെ പള്ളിക്കുഴിയിലേക്ക് എടുക്കണം. എന്നാ വാടാ, നിന്നെ ഇപ്പൊ തന്നെ എടുക്കടാ പള്ളിക്കുഴിയിലേക്ക്. എന്റെ കർത്താവേ. മറിയേ, മറിയേ, എന്നാ പറ്റിയിടി? അമ്മച്ചിയേ, എടാ ചെറി, ഇത്തിരി വെള്ളം കൊണ്ടുപോടാ. നിർത്തടാ, എന്നിട്ട് ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. മേലാൽ ഈ വഴിക്ക് വന്നേക്കരുത്. അപ്പൻ എന്നതാ ഈ പറയുന്നേ? വീണത് ഞങ്ങളുടെ അമ്മച്ചിയാ. അമ്മച്ചിക്ക് എന്നാ പറ്റിയെന്ന് നോക്കാം. ഞങ്ങൾക്ക് അവകാശമുണ്ട്. അവകാശം? നിന്റെയൊക്കെ അവകാശം കൊണ്ട് ഇറങ്ങിക്കൊള്ളണം. ഇത്ര കാലം തിരിഞ്ഞു നോക്കാത്ത ഒരുത്തരെയും ഇനി ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങിക്കാം, ഇറങ്ങാൻ. ജെറി, അപ്പൻ പറയുന്നത് കേട്ട് നിൽക്കാമെങ്കിൽ നീ ഇവിടെ നിന്നോ, ഇല്ല നീയും ഇറങ്ങിക്കോ. അപ്പച്ച, അമ്മച്ചി മിണ്ടുന്നില്ല. നമുക്ക് അമ്മച്ചിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. അപ്പച്ച. മറിയ കൊച്ചേ, കണ്ണു തുറക്കണി. ജെറി, അമ്മച്ചിയെ പിടിയടാ.
ജെറി, ജെറി, ആരാ വിളിച്ചത്? അമ്മച്ചിയാണോ? പക്ഷെ അമ്മച്ചി ഡിസ്ചാർജ് ആയിട്ടില്ലല്ലോ. ജെറി, ജെറി. ഈ ശബ്ദം ഇതാരുടേതാണ്? ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ജെറി, ഇത് ഞാനാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോ. എന്ത്? ഈശോയോ? ഈ വാക്കുകൾ അത് ഞാൻ എവിടെയോ ആ കാറ്റീസം ക്ലാസ്സിൽ സാവൂൾ കേട്ട ശബ്ദം. ജെറി, നീ എന്നെ പീഡിപ്പിക്കുന്നു. എന്ത്? ഞാനോ? ഞാനതിന് സാവൂളല്ലല്ലോ, അത് ബൈബിളിലുള്ള ഒരാളല്ലേ. നീയും സാവൂൾ തന്നെയാണ്. നിന്റെ പ്രവൃത്തികൾ എനിക്ക് വീണ്ടും പീഡകൾ സമ്മാനിക്കുന്നു. എങ്ങനെയാണ് ഈശോയെ ഞാൻ സാവൂളായി അങ്ങേ പീഡിപ്പിക്കുന്നത്? നീ നിന്റെ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണ്? അത് ജെറി, നിന്റെ അമ്മച്ചിയുടെ ജീവനെ ഞാൻ എടുക്കട്ടെ? ഈശോയെ അരുതേ, എനിക്ക് എന്റെ അമ്മച്ചിയെ വേണം. പക്ഷേ മകനെ, എന്നെങ്കിലും നീ അവർക്കൊരു സമാധാനം നൽകിയിട്ടുണ്ടോ? മക്കളുടെ സ്നേഹവും പരിഗണനയും കിട്ടാതെ അവർ മരിക്കട്ടെ. അയ്യോ ഈശോയെ, എന്നോട് പൊറുക്കണേ. നീ നിന്റെ അമ്മച്ചിയെ, അപ്പനെ അനുസരിക്കാതിരിക്കുമ്പോൾ, നിന്റെ കടമകൾ മറക്കുമ്പോൾ, സ്വർഗത്തിൽ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണ്. ദാ നോക്ക്, വീണ്ടും ഒരു കാൽവരി. ആ കൂട്ടത്തിൽ നീയുമുണ്ട്. എന്റെ ഈശോയെ, എന്നോട് പൊറുക്കണേ. ഈ പീഡകരുടെ ഗണത്തിൽ എന്നെ പെടുത്തരുത്. അത് ഞാനല്ല. ഇന്നും ദിനം പ്രതി അങ്ങ് പീഡിപ്പിക്കപ്പെടുന്നു. അതും ഞാൻ മൂലം, ഞങ്ങൾ മൂലം. ഈശോ, എന്നോട് പൊറുക്കണേ. എന്റെ തെറ്റിന് എന്റെ അമ്മയെ ശിക്ഷിക്കരുതേ. ജെറി, ഇനിയും വൈകിയിട്ടില്ല. നിന്റെ അമ്മച്ചിയുടെ മരണസമയം ആയിട്ടില്ല. നിന്റെ അമ്മച്ചി കണ്ണു തുറക്കുന്നത് അവർ സ്വപ്നം കണ്ട ഈ ഭൂമിയിൽ ഓരോ അപ്പനും അമ്മയും സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്കാവണം. ഈശോയെ, ഞങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഇനി ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഞങ്ങളോട് ക്ഷമിക്കണമേ. എടി മറിയക്കൊച്ചെ, സൂക്ഷിച്ച് കുറച്ചു കാലം പ്രത്യേകം സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. നീ ഒന്ന് പതുക്കെ നടക്കടി. ഹോ, ഇനി എന്നാത്തിനെ സൂക്ഷിക്കാനാ? നിങ്ങൾക്കും ഞാനിപ്പോ ഒരു ഭാരമാ, അല്ലയോ? ചങ്കിക്കുത്തന വർത്തമാനം പറയില്ലേടി കൊച്ചെ. എന്റെ 27-ാം വയസ്സിൽ നിന്റെ കൈ പിടിച്ചതായി ഔസേപ്പ്. അതിനി വിടണേ, ഔസേപ്പില്ലാതാവണം. ഇച്ചായനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. പോട്ടെ, നമുക്ക് ഈ വയസ്സ് കാലത്ത് നമ്മൾ മതി ഇനി. ഓ, അതെന്നാ വർത്തമാനം അമ്മച്ചിയെ. ഞങ്ങളെ കൂട്ടാണ്ട്
നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഓ, ഞങ്ങളെ കൂട്ടാണ്ട് ആരൊക്കെയാടാ ഈ ഞങ്ങള്? ഞങ്ങളെന്ന് പറഞ്ഞാ ദാ ഈ കാണുന്നവരൊക്കെ. അമ്മച്ചി, അപ്പച്ചാ, അപ്പാ ഞങ്ങളോട് ക്ഷമിക്കണം. അതെ അപ്പാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അമ്മച്ചി, എൻ്റെ ഇക്രൂസിന്റെ മുഖം ഒരു ദിവസം കണ്ടില്ലേ, ചങ്ക് പൊടിയണം ഞാൻ. അമ്മച്ചിക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരിക്കലും ഓർത്തില്ല. എന്നോട് പൊറുക്ക അമ്മച്ചി. അപ്പച്ച, ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണോ? ഇല്ല ജെസ്സിമോളെ, അപ്പന് ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ എന്നാ അപ്പച്ചനൊന്നും മിണ്ടാത്തെ? പിള്ളേര് വന്നില്ലായോ ചായ? ഇനി എന്നാത്തിനായി മുഖം വീർപ്പേര്? അല്ലേലും ഈ മനുഷ്യൻ ഇങ്ങനെ. എടി മറിയേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മനുഷ്യനാന്ന് വിളിക്കരുതെന്ന്. ഓ, അവളിപ്പോ മക്കൾ വന്നങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ എന്നെ അങ്ങ് പുറത്താക്കി. എടി മറിയേ, നീ ആശുപത്രിയിൽ കൊതുകേടിയും കൊണ്ട് കിടന്നപ്പോ കൂട്ടിയിരിക്കാൻ ഈ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, പിന്നെ കെട്ടിയോന് സുഖമില്ലാതെ കിടക്കുമ്പോ കെട്ടിയോനല്ലാതെ വേറെ ആരാ നോക്കേണ്ടേ? മറിയ കൊച്ചേ, അങ്ങ് ഷമീര്. ഔസേപ്പ് മാപ്പിള ഒരു പാവല്ലയോ? നമ്മുടെ അപ്പൻ പാവല്ലേ അമ്മച്ചി? ഓ, ഇപ്പൊ അങ്ങനായോ? ആട്ടെ, കൊല്ലാൻ നിന്ന നിനക്കൊക്കെ എങ്ങനെയാ ഇത്രയും പെട്ടെന്നൊരു മനമാറ്റം? അതിന്റെ ക്രെഡിറ്റ് ഈ ജെറിക്ക. എല്ലാത്തിനെയും പോയി കണ്ട് ഉപദേശിച്ച് നേരെയാക്കി. മൂത്തങ്ങൾക്ക് ബോധവും വകതിരിവും ഇല്ലാണ്ടായ ഇളയതാണേലും അവരെ ഉപദേശിച്ച് നേരെയാക്കാതിരിക്കാൻ പറ്റുമോ? എടാ ചെറിയേ, ഗോൾ പോസ്റ്റ് ഫ്രീ ആണെന്ന് കരുതി ചുമ്മാ കയറി ഗോൾ അടിക്കില്ലടാ. ഓക്കെ ഓക്കെ അമ്മച്ചി, ദാ കുരിശിൽ കിടക്കുന്ന ആളുടെ ഓരോ മാജിക്കാണ്. ഓക്കെ ഗായ്സ്, കാര്യങ്ങളൊക്കെ എത്രയായ സ്ഥിതിക്ക് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? അതിനെന്താ, നമുക്ക് അടിച്ചു പൊളിക്കാം. नशा प्यारे नशा सबसे नशीला है, जिसे देखो यहाँ वो हुस्न की बारिश में गीला है। इश्क के नाम पे करते सभी अब रास लीला है। मैं करूँ तो साला कैरेक्टर ढीला है, हो मैं करूँ तो साला कैरेक्टर ढीला है। लड़कों का नशा प्यारे नशा सबसे नशीला है, जिसे देखो यहाँ वो हुस्न की बारिश में गीला है। इश्क के नाम पे करते सभी अब रास लीला है। मैं करूँ तो साला कैरेक्टर ढीला है, हो मैं करूँ तो साला कैरेक्टर ढीला है। சத்து சத்துன்னு அடியை போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாவும் ஒன்ன பந்தயம் போட்டு நான் போல ஒன்ன
ഇങ്ങോട്ട് വിടാം. ഇത് ऐसी बरसातों में कैसा लगता है, ऐसा लगता है तुम बनते बादल मेरे बदन को भिगो के मुझे छेड़ रहे हो, छेड़ रहे हो। अंगड़ाइयाँ लेती हूँ मैं जब जोर जोर से, अंगड़ाइयाँ लेती हूँ मैं जब जोर जोर से, आह की आवाज है आती हर रोज से। मैं तो चलो इस कदर कि मच जाए गदर, होश वाले भी मदहोश आए नजर। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से। मोजों में अकड़ के गाँव भरे, जब मोजड़ियों में पाँव धरे, जब पाँव धरे। आय हाय नाजुक सी मोम की मूरत से बड़ा पत्थर दिल पर ताव करे, पत्थर दिल पर ताव करे, बर्ताव करे। उई अम्मा हाय हाय मैं तो मर गई, उई अम्मा मैं तो टूट के बिखर गई। उई अम्मा, उई अम्मा, उई अम्मा, उई अम्मा चुई मुई से हिरनिया, उई अम्मा कल भेड़ियों से डर गई। उई अम्मा, उई अम्मा, उई अम्मा। ഇടിയേ സത്തം പഞ്ചക്കൊടുക്കിടിയേ മുത്തം ഇത് കാണാൻ പൂര പൂരം ഇത് വാളയാറും പൂരം എന്റെ മിന്നാൻ നിന്ന് നല്ല മഞ്ചൾ പോട്ടും നിന്ന് എന്റെ കരൽ മുത്തും പൊന്ന് അത് കാണാൻ വേണം കണ്ണ്. എന്നടിയെ ഒന്നെ പോലെ ആട്ടം വാടും മണ്ണ്, എന്നടിയെ ഒന്നെ പോലെ ആട്ടം വാടും മണ്ണ്. സലമ അലിസ സലമ അലിസ. ഞാനൊന്ന് പാടാമോടി ഹോയ് ഹോയ്. ഓമൽ പക്ഷിനി വെൺമണി ചിറകിലങ്ങി ഇനിയെന്നും ഇവനോട് താഴാമോടി. മഞ്ഞുമാസത്തേരിൽ ഒന്ന് ചുറ്റാൻ പാടി ഹോയ് ഹോയ് ഹോയ്. വായേ വായേ എൻ രാജാത്തി കൂടു കൂട്ടാലോ അങ്ങ് ദൂരത്തായി.
പുഷ്പങ്ങൾ പൂത്തു തുടങ്ങും. തീരാമോഹം മാതകമാം നിൻ പൂവൽ നെയ്യിൽ തഴുകിയിറങ്ങും. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടെ കട്ടെടുത്ത പട്ടുനിലാവേ. ചിങ്ങം വന്നേ ചിങ്ങതിര കൊണ്ടേ ചങ്കിരുളി കാത്തുപറ്റ താലി തരില്ലേ. കനവെന്തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ. കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടപാടെ കട്ടെടുത്ത പട്ടുനിലാവേ. വണ്ടികളെ തുരത്തിയോട്ടും വണ്ടി ഇത്, പറക്കും വണ്ടി ഇത്, പാവങ്ങളുടെ വണ്ടി ഇത്, കുറുകുറുപ്പന്റെ വണ്ടി ഇത്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്. കയ്യെ തട്ടി കൂപ്പിട്ടാ നിൽക്കും, കാറ്റിൻ സ്പീഡിൽ സിറ്റിയിൽ പറക്കും, ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും, റോക്കറ്റ് കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. തീയടാ തീയടാ അയ്യടാ അയ്യടാ ഹേയ് തീയടാ തീയടാ അയ്യടാ അയ്യടാ. ചക്കര വണ്ടി ഇത്, മുച്ചടിക്കും വണ്ടി ഇത്, പുരട്ടുകാല വണ്ടികളെ പ്രിയരെ, ഔസേപ്പ് ജനിതം അങ്ങനെ പൂർത്തിയാവുകയാണ്. പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.